ഹലോ ഗായ്സ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാർ പിക്സ്. അങ്ങനെ കുറച്ചു കാലമായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരുന്ന കിയയുടെ പുതിയ കാരൻസ് ക്ലാവിസ് എന്ന് പറഞ്ഞ വളരെ വലിയ പേരുള്ള വാഹനം ഇറങ്ങിയിരിക്കുകയാണ്. ഇതിന് വെറുതെ കാരൻസ് ഫേസ് ലിഫ്റ്റ് എന്ന് വിളിച്ചാൽ മതിയായിരുന്നു. എനിവേ കിയ ഇതിനെ ക്ലാവിസ് എന്നാണ് വിളിക്കുന്നത്. അതും അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ ഒരു കാരൻസും കൂടി ഇട്ടുണ്ട്. ഈ വണ്ടിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്, ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അതുപോലെ എഞ്ചിൻ ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ നമുക്ക് ഓൾറെഡി അറിയായിരുന്നു. വേരിയൻസ് ആണെങ്കിലും നമുക്ക് ഏകദേശം അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷേ വ്യത്യാസം വരാൻ പോകുന്ന പ്രൈസിങ്ങിൻ്റെ കാര്യത്തിലായിരുന്നു. കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പം ഉറപ്പായിട്ടും ഇതിന് വില കൂടും എന്നുള്ള കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് ഈ വാഹനത്തിൻ്റെ ഡീറ്റെയിൽഡ് പ്രൈസിങ്ങിലേക്ക് പോകാം. ഇനി ഇൻ കേസ് നിങ്ങൾക്ക് അതിന് മുന്നേ ഈ വാഹനത്തെപ്പറ്റി അറിയില്ല എന്നുണ്ടെങ്കിൽ ചെറിയൊരു ബ്രീഫ് ഡിസ്ക്രിപ്ഷൻ നമുക്ക് നോക്കാം. ഇപ്പോൾ ഫ്രണ്ടിലാണെങ്കിൽ കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മൊത്തത്തിലുള്ളൊരു ഡിസൈനിൽ വ്യത്യാസമുണ്ട്. LED ഹെഡ്ലാമ്പ്സ് ഉണ്ട്, ഹെഡ്ലൈറ്റ്സിൻ്റെ ഡിസൈൻ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് പ്രൊഫൈലാണെങ്കിൽ നമുക്ക് പുതിയ 17 ഇഞ്ച് അലോയ് വീൽസ് വന്നിട്ടുണ്ട്. അത് മാത്രമേ മെയിൻ വ്യത്യാസമുള്ളൂ. പിന്നെ 360 ക്യാമറയുടെ ചെറിയൊരു മൗണ്ട് താഴത്ത് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് സൈഡ് മിററിൽ. അതുപോലെ റിയർ പ്രൊഫൈൽ വരികയാണെങ്കിലും നമുക്ക് ടെയിൽ ലാംപ്സിൻ്റെ ഡിസൈൻ കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഫുൾ LED ടെയിൽ ലാംപ്സ് ആയിട്ടാണ് കിട്ടുന്നത്. കണക്റ്റഡ് ടെയിൽ ലാംപ്സ് ആണ്. കാണാനും അത്യാവശ്യം നല്ല മോഡേൺ ആയിട്ടുള്ളൊരു ഡിസൈനാണ്. ഇൻറ്റീരിയറിലോട്ട് വരികയാണെങ്കിൽ നമ്മൾ സെറോസിലൊക്കെ കണ്ട സെയിം 2 സ്പോക്ക് സ്റ്റിയറിംഗ് വീൽ തന്നെയാണ് ഇതിൻ്റെ അകത്തും വരുന്നത്. അതുപോലെ 12.3 ഇഞ്ച് സൈസ് വരുന്ന സ്ക്രീൻ കൊടുത്തിട്ടുണ്ട്, ഇൻസ്റ്റന്റ് ക്ലസ്റ്ററും ഇൻഫോർടൈൻമെന്റ് സിസ്റ്റം ആയിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് AC അവൈലബിൾ ആണ്. അതിൻ്റെ അകത്തൊരു ടച്ച് പാനൽ ബേസ്ഡും അതുപോലെ ഫിസിക്കൽ കൺട്രോൾസും രണ്ടും കൂടെ മിക്സ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഫംഗ്ഷനാലിറ്റി ഒക്കെ നല്ലതാണ്. അതുപോലെ ഡാഷ്ബോർഡ് ലേഔട്ടിലൊക്കെ അത്യാവശ്യം വ്യത്യാസം അവർ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അതിന് പുറമെ നമുക്ക് ഫ്രണ്ടിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് അവൈലബിൾ ആണ്. ഒരു പാനോറാമിക് സൺറൂഫ് കിട്ടുന്നുണ്ട്. വയർലെസ് ചാർജർ അവൈലബിൾ ആണ്. പിന്നെ 4-way ഇലക്ട്രിക് സീറ്റ്സ് അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നുണ്ട്. അങ്ങനെയൊക്കെ നോക്കിയിട്ട് കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് എന്തായാലും മൊത്തത്തിൽ കുറച്ചൊക്കെ വ്യത്യാസങ്ങളുള്ളൊരു വാഹനമാണ്. 360 ക്യാമറ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുതിയൊരു അഡീഷനായിട്ട് പറയാം. ഡാഷ്ബോർഡിൻ്റെ ലേഔട്ടിലൊക്കെ എന്തായാലും അത്യാവശ്യം വ്യത്യാസമുണ്ട്. നമുക്കൊരു മുകളിലത്തെ പോർഷൻ്റെ ടെക്സ്ചറും ഫിനിഷും അതിനകത്തൊക്കെ ഡിഫറൻസ് വന്നിട്ടുണ്ട്. ഇതിനകത്ത് മിസ് ഔട്ടായി പോയി എന്നെനിക്ക് തോന്നിയത് റിയർ വെന്റിലേറ്റഡ് സീറ്റ്സ് ആണ്. അറ്റ്ലീസ്റ്റ് ക്യാപ്റ്റൻ സീറ്റ്സ് ഉള്ള മോഡലെങ്കിലും അവർക്ക് ബാക്കിൽ വെന്റിലേറ്റഡ് സീറ്റ്സ് കൊടുക്കായിരുന്നു. കാരണം സിറോസിൽ അവർ കൊടുത്തതാണ്. അതും ബെഞ്ച് സീറ്റായിട്ട് പോലും അവർ അതിൻ്റെ അകത്ത് കൊടുത്തു, അറ്റ്ലീസ്റ്റ് താഴത്തെ പോർഷനിലെങ്കിലും. പക്ഷേ ഈ വണ്ടിയിലേക്ക് വന്നപ്പോഴേക്കും അവരത് കൊടുത്തില്ല. സുഖമായിട്ട് കൊടുക്കാവുന്നൊരു സംഭവമായിരുന്നു. എനിവേ അതൊരു മിസ് ഓപ്പർച്യൂണിറ്റി ആണ്. പക്ഷേ എന്തായാലും സ്പേസിൻ്റെ കാര്യത്തിലൊക്കെ ഇപ്പോഴും ക്ലാവിസ് വളരെ നല്ലതാണ്. കാരൻസും വളരെ നല്ലതായിരുന്നു. അതുകൊണ്ട് ആ സംഭവം തന്നെ ഇവർ ക്യാരി ഫോർവേഡ് ചെയ്ത് ക്ലാവിസിലോട്ടും കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയൊക്കെയാണ് നമുക്കിപ്പോൾ ഇതിനകത്ത് ബ്രീഫായിട്ട് പറയാൻ പറ്റിയ കാര്യങ്ങൾ. ഇനി നമുക്ക് നേരെ പ്രൈസ് അനാലിസിസിലോട്ട് പോകാം. ഫസ്റ്റ് ഓഫ് ഓൾ 3 എഞ്ചിൻ ഓപ്ഷൻസ് ആണ് ഈ വാഹനത്തിൽ വരുന്നത്. 1.5 ലിറ്റർ NA പെട്രോൾ എഞ്ചിൻ ഉണ്ട്, 1.5 ലിറ്റർ ടർബോ പെട്രോൾ എഞ്ചിൻ ഉണ്ട്, ആൻഡ് 1.5 ലിറ്റർ ഡീസൽ എഞ്ചിൻ ഉണ്ട്. ഇതിനകത്ത് ഇപ്പോൾ 1.5 NA അതായത് നാച്ചുറൽ ആസ്പിറേറ്റഡ് എഞ്ചിനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് നമുക്കാകെ 3 വേരിയൻസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ. STE ഓപ്ഷണൽ, അതുപോലെ STK. 11.499 ലാക്സിലാണ് അതിൻ്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആൻഡ് മാക്സിമം 13.499 ലാക്സ് വരെ പോകുന്നുണ്ട്. അതും മാനുവൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. 6 സ്പീഡ് മാനുവലാണ്. നമുക്ക് അതിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് അല്ലെങ്കിൽ CVTയുടെ ഓപ്ഷൻ ഒന്നും തന്നെ കിട്ടുന്നില്ല. പിന്നെ വരുന്ന ടർബോ പെട്രോൾ ആണ്. അതും 1.5 ലിറ്റർ ആണ്. GDI ആണ്. നമുക്കറിയാം 160 bhp 253 Nm ടോർക്കൊക്കെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതിൽ നമുക്ക് 6 സ്പീഡ് മാനുവൽ വരുന്നുണ്ട്, 6 സ്പീഡ് IMT വരുന്നുണ്ട്, 7 സ്പീഡ് ഡ്യുവൽ ക്ലച്ചും വരുന്നുണ്ട്. 6 സ്പീഡ് മാനുവൽ ആണെങ്കിൽ STE ഓപ്ഷണൽ വേരിയൻറ്റ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് STX പ്ലസ് വരെ പോകുന്നുണ്ട്. 13.399 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് മാക്സിമം 19.399 ലാക്സ് വരെയാണ് മാനുവലിൻ്റെ പ്രൈസ് പോകുന്നത്. IMT ആണെങ്കിൽ STXലും STX പ്ലസിലും മാത്രമേ കിട്ടുന്നുള്ളൂ. 18.699 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 19.699 ലാക്സ് വരെയാണ് അത് പോകുന്നത്. പിന്നെ വരുന്ന ഡ്യുവൽ ക്ലച്ച് ആണ്. അത് STK പ്ലസ് മുതൽ സ്റ്റാർട്ട് ചെയ്ത് STX പ്ലസ് വരെ പോകുന്നുണ്ട്. 16.899 സ്റ്റാർട്ട് ചെയ്ത് 21.499 വരെയാണ് അതിൻ്റെ പ്രൈസ് പോകുന്നത്. ഈ വണ്ടിയുടെ മാക്സിമം പ്രൈസ് പോകുന്നതും 1.5 ടർബോ ഡ്യുവൽ ക്ലച്ച് ഓട്ടോമാറ്റിക് വരുന്നതിൻ്റെ STX പ്ലസ് മോഡലിലാണ്. പിന്നെ നമുക്ക് പെട്രോളിൽ തന്നെ 6 സീറ്റർ മോഡൽ വരുന്നുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ 7 സീറ്റർ മോഡലിൻ്റെ പ്രൈസിംഗ് ആണ്. 6 സീറ്റർ പക്ഷേ നിങ്ങൾക്ക് ആകെ ടോപ്പ് ആൻഡ് വേരിയൻസിൽ മാത്രമേ കിട്ടുന്നുള്ളൂ STX പ്ലസ്സിൽ. അതിൽ തന്നെ 6 സ്പീഡ് IMT, അതുപോലെ 6 സ്പീഡ് മാനുവൽ, പിന്നെ 6 സ്പീഡ് ഡ്യുവൽ ക്ലച്ച് അതെല്ലാം നമുക്ക് അവൈലബിൾ ആണ്. 18.39 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 21.49 ലാക്സ് വരെ തന്നെയാണ് ഇതിൻ്റെ നമ്മുടെ 6 സീറ്റർ മോഡലിനും പ്രൈസ് പോകുന്നത്. അതായത് നടുവിൽ ക്യാപ്റ്റൻ സീറ്റ്സ് ആയിരിക്കും അതിൻ്റെ അകത്ത് കിട്ടുന്നത്. പിന്നെ വരുന്ന ഡീസൽ എഞ്ചിനാണ്. 1.5 ലിറ്റർ ഡീസൽ എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. 115 bhp അതുപോലെ 250 Nm ടോർക്കാണ് ജനറേറ്റ് ചെയ്യുന്നത്. 6 സ്പീഡ് മാനുവലും അതുപോലെ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കലുമാണ് ഈ ഒരു ഡീസൽ എഞ്ചിൻ കിട്ടുന്നത്. മാനുവൽ ആണെങ്കിൽ നമുക്ക് STE വേരിയൻറ്റ് മുതൽ STX വേരിയൻറ്റ് വരെ കിട്ടുന്നുണ്ട്. STX പ്ലസ്സിലില്ല ഡീസൽ. അതായത് 13.499 ലാക്സിൽ സ്റ്റാർട്ട് ചെയ്ത് 19.499 ലാക്സ് വരെയാണ് ഡീസൽ എഞ്ചിൻ്റെ മാനുവൽ കൊടുത്തിരിക്കുന്നത്. ചെറിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 6 സ്പീഡ് ഓട്ടോമാറ്റിക് ഉള്ള ഡീസൽ ആകെപ്പാടെ STK പ്ലസ്സിൽ മാത്രമേ അവർ കൊടുത്തിട്ടുള്ളൂ. 17.99 ലാക്സ് ആണ് അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. അറ്റ്ലീസ്റ്റ് STX വേരിയൻറ്റും കൂടെ കൊടുക്കായിരുന്നു, STK പ്ലസ്സിൽ മാത്രം കൊടുക്കാതെ. അതാകുമ്പോൾ ഒരു നല്ല ബാലൻസ് ആയേനെ. കാരണം ഈ MPV അല്ലെങ്കിൽ ഒരു റീക്രിയേഷൻ വെഹിക്കിൾ എന്നൊക്കെ വിളിക്കുന്ന പോലെ ഇതിനെ വിളിക്കാനാണെങ്കിൽ ആൾക്കാർ ഡീസൽ അത്യാവശ്യം പ്രിഫർ ചെയ്യും. എല്ലാവർക്കും ഈ ടർബോ പെട്രോളും ഭയങ്കര എക്സ്പ്ലോസീവ് ആയിട്ടുള്ള പവറൊന്നും വേണമെന്നുണ്ടാവില്ല. ആൻഡ് അങ്ങനെ ഡീസൽ എടുക്കുന്നവർ കൂടുതലും കൺവീനിയൻസ് ഒക്കെ നോക്കി. എന്തായാലും 7 സീറ്റർ 6 സീറ്റർ വണ്ടിയാണല്ലോ. അപ്പോൾ വീട്ടുകാരെയും കൊണ്ട് ഒരു
ലോങ് ട്രിപ്പ് അല്ലെങ്കിൽ ഷോർട്ട് ട്രിപ്പൊക്കെ പോകാനായിരിക്കും വണ്ടി എടുക്കുന്നത്. അങ്ങനെ വരുന്ന സമയത്ത് ഓട്ടോമാറ്റിക് കൺവീനിയൻസിന് വളരെ നല്ലതാണ്. പക്ഷേ ആ ഒരു സമയത്ത് അവർ ഡീസൽ ആകെ മിഡിൽ വേരിയൻറ്റിൽ മാത്രമേ കൊടുക്കുന്നുള്ളൂ എന്ന് പറയുന്നത് ഒരുപാട് ആൾക്കാരെ ചിലപ്പോൾ ബുദ്ധിമുട്ടിക്കുന്നൊരു സംഭവമായിരിക്കാം. കാരണം ഒരുപാട് ഫീച്ചേഴ്സ് വേണം, പക്ഷേ എന്നാൽ നമുക്ക് ഡീസൽ ഓട്ടോമാറ്റിക് വേണം എന്നും ആഗ്രഹിക്കുന്ന ആൾക്കാരുണ്ടാകും. അവർക്കൊക്കെ ഒരു ഇത്തിരി ബുദ്ധിമുട്ടാണ് ഈ ഒരു ഓപ്ഷൻ അവർ ചൂസ് ചെയ്ത്. സോ എനിക്ക് പറയാനുള്ളത് ഇത്ര ഉണ്ടായിരുന്നുള്ളൂ. അതാണ് ഇതിൻ്റെ വേരിയൻസിലും പ്രൈസിങ്ങിലും ആകെപ്പാട് തോന്നിയൊരു പ്രശ്നം. പിന്നെ കാരൻസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായും ഇതിന് പ്രൈസ് അത്യാവശ്യം കൂടിയിട്ടുണ്ട്. ടോപ്പ് എൻഡ് വലിയ വ്യത്യാസമൊന്നും പറയാൻ പറ്റില്ല. 1.5 ടർബോ ഓട്ടോമാറ്റിക് ഏകദേശം ഒരു 1 to 1.5 ലാക്സിനടുത്ത് മാത്രമേ വില കൂടിയിട്ടുള്ളൂ. എക്സ്ഷോറും ഓൺ റോഡ് ആ ഒരു രീതിയിൽ നമ്മൾ കമ്പയർ ചെയ്യുകയാണെങ്കിൽ അത് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റും. കാരണം അത്രയും തന്നെ ഫീച്ചേഴ്സും അതുപോലെ ഡിസൈനിലൊക്കെ വ്യത്യാസം അവർ ഈ വാഹനത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് നമുക്ക് മെയിനായിട്ട് കിയ കാരൻസ് ക്ലാവിസിനെ പറ്റി പുതിയതായിട്ട് പറയാനുണ്ടായിരുന്നത്. പ്രൈസാണ് ഇതിന് ഇപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണ് എന്ന് തീർച്ചയായും താഴെ കമൻസിൽ പറയാം. അതുപോലെ തന്നെ നിങ്ങളുടെ എക്സിസ്റ്റിംഗ് വാഹനത്തിന് എന്തെങ്കിലും ചെറിയ ആക്സസറീസോ ക്ലീനിങ് പ്രൊഡക്ട്സോ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ അല്ലെങ്കിൽ പ്രൊഡക്ട്സ് ടാഗ് ചെക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ലഭിക്കുന്നതായിരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്കും സബ്സ്ക്രൈബും ഷെയറും കൂടെ ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. കാരണം നമ്മുടെ ഫോണിലേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. എനിവേ ഗൈസ്, താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.